ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 മാസമായിട്ടോ. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫുൾ റിസൾട്ട് വരുന്നതാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞത്. അപ്പോൾ അടുത്ത മാസം നമുക്ക് നോക്കാം, അതായിരിക്കും എൻ്റെ അവസാന റിസൾട്ട്. അതിനപ്പുറം റിസൾട്ട്, അതായത് ഇനി പുതിയ മുടിയൊന്നും വരില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം, റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ 11 മാസമായിട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 11 മാസത്തെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ്പ്ലാന്റേഷന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് സൈഡ് എഫക്റ്റിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് 11 മാസം, ഇന്ന് 5-ാം തീയതിയാണ്. ഇന്നേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് 11 മാസമായി. അടുത്ത മാസത്തേക്ക് 1 വർഷം തികയാണ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. അതാണ് അവർ പറഞ്ഞത്. 8 മാസം മുതൽ 12 മാസം കൊണ്ടാണ് ഫുള്ള് റിസൾട്ട്, അതായത് അവസാനത്തെ നമ്മളെ മുടി വരാനുള്ളല്ലോ, അതും കൂടി വന്ന് കഴിയാൽ 12 മാസം ആകുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് മുടി അത്യാവശ്യം ഫില്ലാവും. ഇപ്പം തന്നെ ഫുള്ള് ഫില്ലായിക്കണോ, ഇതിൽ ആ റിസൾട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആയിരിക്കും തോന്നുന്നുണ്ട്. കാരണം നല്ല ഫില്ലായിട്ടുണ്ട്. 4000 ഗ്രാഫ് വെച്ച് 4000 വന്ന പോലെ ഫീലാണ് എനിക്ക്. അത്യാവശ്യം വളർത്തി കാണുമ്പോൾ കേട്ടോ. ഇനി വേണമെങ്കിൽ ഫുള്ളായിട്ട് കുറ്റിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പഴയ ഫോട്ടോ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാപ്പുകൾ ഉണ്ടോ ഉള്ളതൊക്കെ. അത് നമുക്ക് കുറച്ചുണ്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാവും ചെയ്യും. അപ്പോൾ നമ്മൾ റിസൾട്ട് നോക്കാം. റിസൾട്ട് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഫ്രണ്ട് ഈ ഒരു രീതിയിലുള്ള കേട്ടോ. മുടി വെച്ചത് അങ്ങനെ അറിയണമെന്നില്ല, സത്യം പറഞ്ഞില്ല. ഞാൻ ആദ്യം കരുതി നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു കട്ടിയുള്ള മുടിയാണ്, എന്നാലും ഫ്രണ്ട് ലൈനൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല വാർന്ന് വെക്കുമ്പോൾ കേട്ടോ. ചില സമയത്ത് നമുക്കിങ്ങനെ ഇവിടെ ഒരു കുരുക്കുള്ള പോലെ ഇങ്ങനെ തോന്നും മുടീൻ്റെ സൈഡിൽ. അതിപ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് കേട്ടോ, നമ്മുടെ ചൂടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം പണിയെടുത്ത സമയത്തൊക്കെ ചില സമയത്ത് ഇങ്ങനെ മുടി വെച്ച വേര് ഇറങ്ങി നിൽക്കുന്ന ഭാഗമല്ലേ, അവിടെ ഇങ്ങനെ കുറച്ചൊരു തുടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്തോ ആ സമയത്തൊക്കെ മുടി വെച്ചാണെന്ന് തോന്നും. അല്ലാത്ത സമയം നമുക്ക് സാധാ മുടിയെ പോലെ തന്നെയാണ് ഫീൽ വരുന്നത്. പിന്നെ പറയണമെന്ന് വെച്ചാൽ ഫ്രണ്ട് ഹെയർ ലൈൻ നിങ്ങൾ കണ്ടില്ലേ, ഫ്രണ്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മുടികൾ കണ്ടോ, പറ്റ ചെറുതാണ്. ഞാൻ മാക്രോ മോഡിൽ ഫോട്ടോ എടുത്തിട്ടൊക്കെ കണ്ടിട്ടോ. ഇത്രയും മുടികൾ ഇപ്പോൾ അവിടെ ഉണ്ട്. അത് ഡെഡ് ഷെല്ലാണോ അല്ലേന്ന് അറിയില്ല. അതേപോലെ തന്നെ അങ്ങനെയുള്ള മുടികൾ 3-4 ഫ്രണ്ട് ഹെയർ ലൈനിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ GFC ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മുമ്പൊന്നും എനിക്ക് അവിടെ മുടിയൊന്നും ഇല്ലേനി. നമ്മൾ വെക്കുന്ന സമയത്ത് നോക്കിയാൽ ആ ഭാഗത്തും തീരെ മുടിയില്ലേനി. ഇപ്പോൾ ആ ഹെയർ ലൈന് വെച്ച ഭാഗത്ത് 3-4 മുടികൾ ഇങ്ങനെ നമ്മളെ സ്വന്തം മുടി, അത്ര കട്ടിയൊന്നും ആയിട്ടില്ല, ചെറിയ മുടിയായിട്ട് ബേബി ഹെയർ ആയിട്ട് ഇങ്ങനെ അവിടെ കാണാണ്ട്. അതൊക്കെ GFCൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കും. ഇപ്പോൾ ഏകദേശം 11 മാസം തുടർച്ചയായിട്ടുള്ള ആ ഒരു GFC കറക്റ്റ് എടുത്ത് പോരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ ബാക്ക് പോർഷൻ നമ്മൾ എടുത്ത ഭാഗം നോക്കുകയാണെങ്കിൽ എടുത്ത ഭാഗത്ത് നിന്ന് എടുത്ത് അറിയുന്നതന്നല്ല, പക്കയായിട്ട് നിൽക്കുന്നുണ്ടോ. സൈഡിൽ നിന്നും എടുത്തത് അറിയില്ല. നമ്മൾ ബാക്കിൽ നിന്ന് സാധാ പോലെ നോക്കുകയാണെങ്കിൽ തീരെ മനസ്സിലാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ നീക്കി നോക്കുകയാണെങ്കിലും അത് എടുത്തതൊന്നും മനസ്സിലാവില്ല. അതിൻ്റെയൊക്കെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ. പിന്നെ താടിയുടെ ഏരിയ ഞാൻ മറ്റൊരു ഡോണർ ഏരിയ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി മാതിരി ചെറിയ ചെറിയ കുത്തുണ്ട് കേട്ടോ. അത് ആദ്യ സമയത്തൊക്കെ കാണുന്നെങ്കിൽ നല്ല പൈസ നല്ല സെറ്റായിട്ട് നല്ല മുറിയായിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ അറിയുന്നില്ല. എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ വൈറ്റ് കുത്തുകളുണ്ട്. ഇതൊക്കെ ഞാൻ അത്രയും എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെയാണ് റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ 11 മാസത്തെ തിക്നെസ് നല്ലോണം കൂടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് മുടി ചീകി വെച്ചാലൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താന്നുള്ളത്. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ, അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചു നോക്കുക ഇത് അങ്ങനെയാണോ, എന്താണ് ഇതിൻ്റെ പരിപാടി, മുടി നടലാണോ അതോ ബിഗ് വെച്ചതാണോ, അങ്ങനെയൊക്കെ ഇപ്പോഴും കുറേ പേർക്ക് സംശയമുണ്ട് ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, സൈഡ് എഫക്റ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, ഇതിലുണ്ടായ കാര്യങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം എൻ്റെ തലക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത് താരൻ തന്നെയാണ്. എൻ്റെ മുടി ശരിക്കും പറയുകയാണെങ്കിൽ താരല്ല. ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഞാൻ താരൻ്റെ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് തുള്ളി താരല്ല. അപ്പോൾ ആകെ ബേബി ഷാമ്പൂ ആണ് ഉപയോഗിക്കുന്നത്. ബേബി ഷാമ്പൂ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചിട്ട് അതിൻ്റെ പത വെച്ചിട്ട് അങ്ങനെ വാഷ് ചെയ്യുക ചെയ്യുന്നത്, അല്ല നേരിട്ട് അപ്ലൈ ചെയ്യില്ല. അത് പണ്ടേ അവിടുന്ന് പറഞ്ഞതാണ്, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യലുള്ളൂ. അല്ലാതെ ഞാൻ താരൻ്റെ ഷാമ്പൂ ഇപ്പോൾ യൂസ് ചെയ്യലല്ല. എന്നിട്ടും എനിക്ക് താരനില്ല. പക്ഷേ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത സമയത്ത് അവർ ചെയ്ത് 1 വീക്കൊക്കെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ താരം വരാൻ തുടങ്ങി. അതിനിടയിൽ എൻ്റെ ചെവിക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ സമയത്ത് ഒരു ആഴ്ചയോളം ഞാനിങ്ങനെ തല ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കവർ ചെയ്തതിൻ്റെ പ്രശ്നമാണോ ഇനി മുടിമുലം തൊടാതിരുന്നുകൊണ്ടാണോ അറിയില്ല. മറ്റേത് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ സമയം ചെയ്തിട്ട് ഒരാഴ്ച നമ്മൾ മുടി തൊടുന്നേ ഇല്ലല്ലോ, ഫുള്ള് സലൈൻ വാട്ടർ വെച്ച് വാഷിങ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എഫക്റ്റ് ആയിട്ടാണെന്ന് അറിയില്ല, താരം നല്ലോണം ഉണ്ടായിന്. നല്ലോണം എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അന്നത്തെ അത്രത്തോളം താരം ഉണ്ടായിന് എനിക്ക് ആ ഒരു കെട്ട് കഴിച്ച സമയത്ത്, ചെവിയുടെ കെട്ട് കഴിച്ച സമയത്ത്. അത് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഷാമ്പൂ യൂസ് ചെയ്ത് തുടങ്ങി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചു. പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 1 ആഴ്ചയാക്കി, പിന്നെ 1 മാസത്തിൽ 1 ആക്കി, അങ്ങനെ നിർത്തിയിട്ടോ. പതുക്കെ ഒരു 6-7 മാസം കൊണ്ട് എനിക്ക്
അത്യാവശ്യം താരം കാര്യങ്ങളൊക്കെ പോയി പഴയ നോർമലായി. അതായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് തോന്നിയത്, മുടി വട്ടത് കൊണ്ടുള്ളത്. പിന്നെന്ന് പറയുകയാണെങ്കിൽ മുടിക്ക് നര വന്നിരുന്നു. ഞാൻ ഗുളികൻ്റെ എന്താണെന്നറിയില്ല സംഭവം കറക്റ്റ്, ഗുളിക കുടിച്ചുകൊണ്ടാണോ ഇനി അന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ അനസ്തേഷ്യ കൊടുത്തോണ്ടോ എന്താണെന്നറിയില്ല, നമുക്ക് താടിയുടെ ഈ ഭാഗത്തൊക്കെ നര വന്നിരുന്നു. അതേമാതിരി തലൻ്റെ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി നര ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ അത്ര കാണുന്ന നരൊന്നും ഇല്ലായിരുന്നു. ആ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ കുറച്ച് സമയത്ത് അവിടെയൊക്കെ നരകളുണ്ടായിന്. അത് കുറച്ച് സമയം ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ നരയും ഫുള്ളായിട്ട് പോയിട്ട് പഴയ പോലെ തന്നെ വന്നു. ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടാകും കേട്ടോ, ഫുള്ളി നമുക്ക് വരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ആ താരൻ്റെ പ്രശ്നമില്ല, നരൻ്റെ പ്രശ്നമില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിൻ സൈഡിലെ ഈ ഒരു കുരുവാണ്. ഞാൻ പറഞ്ഞു ഡോണർ ഏരിയയിൽ കുരു വരുന്നൊരു പ്രശ്നമുണ്ട്. അത് ഈ നോമ്പിൻ്റെ സമയത്തേക്കാണ് നല്ലോണം വന്നിരുന്നത്. അപ്പോൾ അതിന് മുമ്പും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിനോട് പറയും നമ്മൾ ബോഡി ഓവറായിട്ട് ഹീറ്റ് ചെയ്തിട്ടാണെന്നാണ്. ഇപ്പോൾ മഴക്കാലമാണ്, എന്നാലും വലിയ മഴയൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, പിന്നെ വെള്ളം കൂടിയും കുറവാണ്, ഇങ്ങനെ പുറത്തുകൂടെ നടക്കൊണ്ടായിരിക്കും. ഇപ്പോൾ ഇടയ്ക്ക് സമയത്തൊക്കെ നമുക്ക് ഓരോരോ കുരുക്കൾ ഇവിടെ ഇങ്ങനെ ബാക്കിലുണ്ടാവും. അത് വരും, 2 ദിവസം കൊണ്ട് പോകും. അങ്ങനെയാണ്, വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ തൊടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു കുരുള്ളത്. അതൊരു പ്രശ്നമായിട്ട് തോന്നി. ഇങ്ങനെ ഈ ഒരു 3 പ്രശ്നങ്ങളാണ് എനിക്ക് കാര്യമായിട്ട് ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. തലവേദന കാര്യങ്ങളോ ഒന്നും തന്നെ അതുകൊണ്ട് ഉണ്ടായില്ല. മെയിനായിട്ട് എല്ലാവരും വരൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നരമ്പുകൾക്കൊക്കെ പ്രശ്നം പറ്റും, തലവേദനയാവും, അങ്ങനെയാവും ഇങ്ങനെയാവും പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മളെ മുടി വളരുന്ന അത്രേ ആയത്തിൽ മാത്രമാണ് ഒരു കുത്തി ഇറക്കിയിട്ട് നമ്മൾ മുടി വെക്കുന്നുണ്ട്. അല്ലാതെ കുറേ ദൂരത്ത് വെച്ചിട്ട് നമ്മളെ തലയൊട്ടിമ്പോൾ തട്ടിച്ചിട്ടൊന്നും വെക്കണില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മളെ തൊലിൻ്റെ പുറത്ത് മാത്രം ചെയ്യണൊരു ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല. എന്താ പിന്നെ പറയാം, അത്ര ചെറിയൊരു പരിപാടിയാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് കണ്ടല്ലോ, അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 12 മാസം ആവാനായി. ഇപ്പോൾ ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ അപ്പോൾ 1 വർഷത്തെ റിസൾട്ട് കൂടി കാണിക്കും. അപ്പോൾ അതായിരിക്കും ഫുൾ റിസൾട്ട്. ഇനിയും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അതിൻ്റെ ആ ഒരു 2 ദിവസത്തെ വേദന അത്രേ ഞാൻ കാണുള്ളൂ. 2 ദിവസമാണ് ഇവിടെ ഞാൻ പോയ ക്ലിനിക്കിൽ ചെയ്യുന്നത്. പലയിടത്തും പല രീതിയിലാണ്. ചിലയിടത്ത് ഗ്യാപ്പിട്ട് ചെയ്യുന്നതുണ്ട്, ചില സ്ഥലങ്ങളിൽ 1 ദിവസം കൊണ്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം അന്ന് വെക്കുന്ന അനസ്തേഷ്യയുടെ ചെറിയൊരു വേദന, അത് സാധാരണ സൂചിക്കുന്നവർ കുറച്ചുകൂടി വേദന ഉണ്ടാവുന്നുള്ളൂ. സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്താണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ പോലെ ചെയ്ത എക്സ്പീരിയൻസും അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അല്ല ഡോക്ടേഴ്സിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.